If we prayed as much as we worry, we would have nothing to worry about. നാം വിചാരപ്പെടുന്ന അത്രയും പ്രാർത്ഥിച്ചാൽ നമുക്ക് വിചാരപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനയും വിചാരപ്പെടലും ഒരിക്കലും ഒരുമിച്ച് പോകുകയില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും വിചാരപ്പെടലിന് അടിമയാകുകയില്ല. വിചാരപ്പെടുന്ന ഒരു വ്യക്തിയാകട്ടെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് എല്ലാ മനുഷ്യരും വിചാരപ്പെട്ടു പോകുന്നു. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വിചാരപ്പെടലിനെ ജയിക്കുവാൻ ഒരു പോംവഴിയുണ്ട്. അതത്രേ പ്രാർത്ഥന. തിരുവചനം പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. നമ്മുടെ ഓരോ ആവശ്യങ്ങളുടെ മുഖത്താണ് പലരും വിചാരപ്പെടുന്നത്. ആവശ്യങ്ങളില്ലാത്ത മനുഷ്യരില്ല. എല്ലാമുള്ളവർക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ അവശേഷിക്കും. അവർ നിശ്ചയിക്കുന്ന സമയത്തും ആഗ്രഹിക്കുന്ന നിലയിലും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതിരിക്കുമ്പോൾ വിചാരപ്പെടലിന് തുടക്കം കുറിക്കുകയാണ്. ഒരു ദൈവപൈതൽ എന്ന നിലയ്ക്ക് നമ്മുടെ ആവശ്യങ്ങൾ നാം ചോദിക്കുന്നതിന് മുന്നമേ അറിയുന്ന ഒരു സ്വർഗീയ പിതാവുണ്ടെന്നതിനാൽ ധൈര്യപൂർവം നമ്മുടെ ആവശ്യങ്ങളെ അപേക്ഷയാക്കി സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വരുവാൻ കഴിയുമെന്നതാണ്. എന്നാൽ ഇന്ന് പലർക്കും സംഭവിക്കുന്നത് ആവശ്യങ്ങളെ അപേക്ഷയാക്കുന്നതിന് പകരം അതിനെ പരാതികളാക്കി അതിനെക്കുറിച്ച് വിചാരപ്പെടുവാൻ ആരംഭിക്കുന്നു എന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം സാധിപ്പിച്ചു തരണമെന്നില്ല. അവിടുന്ന് പരമാധികാരിയായ ദൈവമാകിയാൽ അവിടുത്തെ ഉത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടുന്നില്ലായിരിക്കാം. എന്നാൽ ദൈവം നമുക്കെല്ലാവർക്കും തരുന്ന ഒരു വാഗ്ദാനമുണ്ട്. അതത്രേ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുമെന്നത്. ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് പ്രഖ്യാപിക്കാം. ഒന്നുകിൽ നമ്മുടെ ആവശ്യങ്ങളെ അവിടുന്ന് നിവർത്തിച്ചു തരും, അല്ല എങ്കിൽ ആ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും കൃപയും സമാധാനവും നമുക്ക് നൽകും. ദൈവം എടുക്കുന്ന ഏതു നിലപാടായാലും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാനുള്ള വകയുണ്ട്. ഗിവിംഗ് താങ്ക്സ് എഹെഡ് ഓഫ് ടൈം ഈസ് ദി ബിഗ്ഗസ്റ്റ് സൈൻ ഓഫ് ഫെയ്ത്ത്. സമയത്തിന് മുമ്പേ നന്ദി പറയുക എന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അതുകൊണ്ട് സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കാം. അങ്ങനെ നാം ചെയ്യുന്ന പക്ഷം ഒരിക്കലും നാം വിചാരപ്പെടുകയില്ല. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.